പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒരു കുർത്തി സെറ്റ് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ പാൻസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സിമ്പിളായിട്ട് പേപ്പർ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പീസ് ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റ്സും കൂടി യോജിപ്പിച്ചിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ പീസിൽ ഓൾറെഡി ഒരു ബട്ടണൊക്കെ വെച്ചിട്ടൊരു ചെറിയ ഡിസൈൻ ഉണ്ട്. അതിൻ്റെ മേലെയായിട്ടാണ് ഞാൻ പുതിയ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു കർവ്ഡ് വി ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പാൻ പീസിൻ്റെ ബാക്കി വന്ന പീസിൽ നിന്ന് ഞാൻ ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ആ പാർട്ട് ഇവിടെ വെച്ചിട്ട് ആ നെക്കിൻ്റെ ആ ഷേപ്പ് ഇതിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതായി ഈ ലൈനിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് 2 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ആ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2 പീസും കൂടി നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കി വന്ന പീസിൽ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോളർ ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പീസിൻ്റെ നല്ല വശത്ത് മറ്റേ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ദൈ മാർക്കിങ്ങിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറ്റേ പീസിലും അതുപോലെ ചെയ്യണം. അപ്പോൾ അതാ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നല്ല വശം പുറത്ത് കാണുന്ന രീതിയിലാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം 2 പീസും. അപ്പോൾ ഇതാ ഞാൻ 2 പീസ് റെഡിയാക്കി എടുത്തിട്ട് 2 നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ പുറത്തും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഞാൻ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ റോ എഡ്ജിൽ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ നെക്കിൻ്റെ അറ്റത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് നമുക്കിതാ ഇതുപോലെ നടുക്കി ഒന്ന് മടക്കിയിട്ട് ആദ്യം അതിൻ്റെ അറ്റത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസ് ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ ആ പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ മാറ്റിയിട്ട് ആ രണ്ടിൻ്റെയും ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ പീസ് ഈസി ആയിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പീസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളിലൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് താഴെയുള്ള പോലത്തെ ഒരു ബട്ടണും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.